ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരണം 96. പാട്ന ഇൻഡോർ എക്സ്പ്രസിന്റെ 14 കോച്ചുകളാണ് പാളം തെറ്റിയത്. 200-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. സംഭവത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി അനുശോചിച്ചു. ഈ വാർത്തയിലേക്ക് എത്താം. ഇപ്പോൾ പീപ്പിൾ ടിവിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് തന്നെ പോകാം. ലൈഫ് ഫോർ ആതിര എന്ന രീതിയിൽ പീപ്പിൾ ടി വി തുടങ്ങിയ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഒടുവിൽ വിജയത്തിലേക്ക് എത്തുന്നു. ആതിരയ്ക്ക് പണം സഹകരണ ബാങ്ക് മറ്റൊരു ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പുരോഗമിക്കുകയാണ്. ഒപ്പം വലിയ പ്രതിഷേധം കൂടിയാണ് സഹകരണ മേഖലയ്ക്ക് മേൽ ഉണ്ടാക്കിയ കേന്ദ്ര നയത്തിനെതിരെ അച്ചൻകോവിൽ അടക്കമുള്ള ഗ്രാമീണ പ്രദേശങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രതീകം കൂടിയാണ് ഇത്. തീർച്ചയായും രാജ്കുമാർ അവിടെ നിന്നും ചേരുന്നു. രാജ്കുമാർ, ജനങ്ങളുടെ സഹകരണം കൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ മാധ്യമ ഇടപെടൽ കൊണ്ട് ഒക്കെ ഒരു പെൺകുട്ടിക്ക് ജീവിതമായതിൻ്റെ വലിയ സന്തോഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ ഒപ്പം വലിയ ആശങ്കകളുമുണ്ട്. ഇതുപോലെ അനവധി ആതിരമാരുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഇത്തരം ജനകീയ സഹകരണങ്ങൾ കൊണ്ട് ഈ സഹകരണ വിരുദ്ധമായ സമീപനങ്ങളെ അതിജീവിക്കാം എന്ന ഒരു സന്ദേശം ഇത് നൽകുന്നുണ്ടോ രാജ്കുമാർ? ആതിരയെ പിന്തുണച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ക്യാമ്പയിനെ തുടർന്ന് CPIM DYFI പ്രവർത്തകർ ഇവർ ഇപ്പോൾ ഈ ആതിരയുടെ കുടുംബത്തെ സഹായിക്കുന്നതിനും ഒപ്പം തന്നെ വിവാഹ ആവശ്യത്തിനുള്ള ഫണ്ട് സ്വരൂപീകരണത്തിനും തയ്യാറാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതൊരു പ്രതിഷേധം കൂടിയാണ്. തീർച്ചയായും ആതിര എന്നൊരു പെൺകുട്ടിയെ സഹായിക്കുന്നതിനൊപ്പം തന്നെ ഈ സഹകരണ ബാങ്കിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം, അതുകൊണ്ട് സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇത് ജനസമൂഹത്തിൽ എത്തിക്കുക എന്ന വലിയൊരു സാമൂഹിക ദൗത്യമാണ് ഇപ്പോൾ CPIM DYFI പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത്. അതൊരു സമരമുഖത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. ഒരു സമരമുഖം തുറക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നിലവിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റും റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ഒരു മന്ത്രിസഭ, ഗവൺമെൻറ് തന്നെ പോയി ഒരു ധർണ നടത്തേണ്ടുന്ന ഗതികേടിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്താൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ആ നയങ്ങൾ തിരുത്തപ്പെടും എന്നതിൻ്റെ ഉദ്ദേശത്തോടുകൂടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അതുപോലെ മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ പോയി ഇരിക്കേണ്ടി വന്നത്. അതൊരു ഗതികേടാണ് ഒരു ഗവൺമെൻറ്റിന്. ഇതിൽ കൂടുതൽ എങ്ങനെ പ്രതിഷേധിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിലും റിസർവ് ബാങ്കിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കണ്ണു തുറക്കട്ടെ എന്നുള്ളതായിരുന്നു ആ ഉദ്ദേശ ലക്ഷ്യനെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരുപക്ഷെ രാഷ്ട്രീയമായി പലതും ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നുണ്ട്, CPM പറയുന്നുണ്ട്, കോൺഗ്രസ് പറയുന്നുണ്ട്, മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആതിര എന്ന ഒരു പെൺകുട്ടി ഇവിടെ ഒരു ചോദ്യചിഹ്നമാണ്. എങ്ങനെയാണ് ആതിരയ്ക്ക് ഈ ദുർഗതി ഉണ്ടായത്? ആരാണ് ഇതിന് കാരണം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നൽകേണ്ടി വരിക. ഒരുപക്ഷെ ഇത് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല. ആതിര ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിൽ നിരവധി യുവാക്കൾ ഇതുപോലെയുള്ള പ്രതിസന്ധിയിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധിയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ഒരുപക്ഷെ ഈ 20-25 വർഷം സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയതിന് ശേഷം ലഭിച്ചിട്ടുള്ള PF തുക അതുപോലും കേരളത്തിൻ്റെ നിരവധി സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെയും പ്രദേശത്തിലെ ഒരു ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാമെന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അതൊന്നും ലഭിക്കുന്നില്ല എന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു അരാജകത്വവും അതുപോലെ മനുഷ്യർക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ അത് വഴിവെക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ആതിരയിലേക്ക് ഈ വിഷയം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർക്ക് ഈ വിവാഹം നടത്താൻ വേണ്ടി മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന കിടക്കാടം ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഷാഖയിൽ, ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ അച്ചൻകോവിലെ ഷാഖയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അവിടെ പണയപ്പെടുത്തിയത്. അതിൽ ഒക്ടോബർ 3-ാം വാരത്തിൽ തന്നെ ലോൺ പാസ്സാക്കിക്കൊണ്ട് 2 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. അതിനു മുമ്പ് മറ്റ് ദേശസാൽകൃത ബാങ്കിനെ ഇവർ സമീപിച്ചെങ്കിലും അവിടെ ആ വസ്തു പണയപ്പെടുത്തുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ, അല്ലെങ്കിൽ ആ തുക ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പലരും അറിയിച്ചതിനെ തുടർന്നാണ് ആ കുടുംബം ഒരു സർവീസ് സഹകരണ ബാങ്കിനെ സമീപിച്ചത്. അവിടെ അത് ഫലം കാണുകയും ചെയ്തു. അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവിടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടുന്ന ഭരണസമിതി അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് 2 ലക്ഷം രൂപ ലോൺ സാങ്ഷനാക്കി. എന്നാൽ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ ഇത് എങ്ങനെ സൂക്ഷിക്കുമെന്നുള്ള
ഒരു ധൈര്യമില്ലാത്തതിനാൽ ഈ നവംബർ മാസം അവസാനം, ഇത് ഡിസംബർ 4-നായിരുന്നു വിവാഹം, നവംബർ മാസം എടുത്താൽ മതി എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അത് അവിടെ സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണം ലഭിക്കുന്നില്ല എന്നൊരു ഘട്ടമുണ്ടാവുന്നതും പീപ്പിൾ ടിവിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതും. ഒരുപക്ഷെ ആതിരയുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു. ഒപ്പം ആതിരയെ പോലുള്ള നിരവധി യുവതികളുടെ പ്രശ്നങ്ങൾ നമുക്ക് ജനസമൂഹത്തിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ഇവരുടെ പ്രശ്നങ്ങൾക്കെങ്കിലും അടിയന്തരമായി പരിഹാരം കാണുന്നതിനും ഈ കേരളത്തിൻ്റെ നട്ടെല്ല് എന്ന് സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് ചൂണ്ടിക്കാട്ടാവുന്ന സഹകരണ മേഖലയെ തകർക്കാതെ സഹകരണ മേഖലയിലെ ന്യായമായിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകിയില്ലെങ്കിൽ പല കുടുംബങ്ങളും ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് ഉറപ്പാണ്. അജിംഷാദ്. തീർച്ചയായും രാജ്കുമാർ, ഒരുപക്ഷെ മാധ്യമ ഇടപെടലുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമ ഇടപെടലാണ്, പീപ്പിൾ ടി വി കൊണ്ടുവന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനാണ് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങളുടെ ഈ രീതിയിലുള്ള ഒരു സംരംഭത്തെ ഏകീകരിച്ചത്, ഫലവത്തായത്. ആതിരയ്ക്ക് അതുവഴി ആശ്വാസം ലഭിച്ചു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ മേഖലയാകെ നിൽക്കുന്ന ചില അനിശ്ചിതത്വങ്ങൾ കൂടി ഇത് ഒരു മാതൃകയായി എടുക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ജനകീയ പ്രതിരോധം ഒരുപക്ഷെ ഇത്തരം കേന്ദ്ര നയങ്ങൾക്കുമേൽ ഇത്തരം തിരിച്ചടികൾ നൽകാനാകില്ലേ? അങ്ങനെ സന്ദേശമുണ്ടോ എന്നാണ് രാജ്കുമാർ. ഉറപ്പായും ഇതൊരു സമരമുഖം തുറക്കൽ കൂടിയാണ്. CPM DYFI പ്രവർത്തകർ ആതിരയുടെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് പിരിവുമായി ജനങ്ങളെ സമീപിക്കുന്നത് പണം ശേഖരിക്കുക എന്നുള്ളതിൻ്റെ ഒരു കർത്തവ്യം മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊരു സന്ദേശമായി എത്തിക്കുക, അതൊരു സമരമുഖമാണ് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ്, കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നതിനോ മുന്നറിയിപ്പ് നൽകാനുമല്ല. ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകർ ഇപ്പോൾ കേരളത്തിൽ ഏറ്റെടുത്ത് നടത്തുന്ന സമരങ്ങളുടെ മുഴുവനും ലക്ഷ്യം. കള്ളപ്പണമുണ്ടെങ്കിൽ തീർച്ചയായും പിടിക്കണം എന്ന് തന്നെയാണ് പൊതുപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അത് CPIM ആയെങ്കിലും അത് ലീഗ് ആണെങ്കിലും CPI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇക്കാര്യത്തിൽ ഒരേ നിലപാട് തന്നെയാണ്. സഹകരണ ബാങ്കുകളെ മുഴുവനും അത് മരവിപ്പിച്ചുകൊണ്ട് അവരുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ക്രയവിക്രയങ്ങൾ പണമിടപാടുകൾ മുഴുവനും മരവിപ്പിച്ചുകൊണ്ട് അതിനെ നിർജീവാവസ്ഥയിൽ ഇടുന്നത് അത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതിന് തെളിവ് കൂടിയാണ് ആതിരയുടെ പ്രശ്നം. അങ്ങനെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ച് ദേശസാൽകൃത ബാങ്കിലേക്ക് അവരുടെ പണം മാറ്റാൻ സഹായിക്കുന്നതും ഒരു സമരത്തിന്റെ ഭാഗമാണ്. മറ്റെന്ത് ചെയ്യാൻ കഴിയും? അവരെ ആ ബാങ്കിന് ഭരണസമിതിയെ വിശ്വസിച്ച് അവരെ ഉണ്ടായിരുന്ന കിടക്കാടം ഈ വിവാഹത്തിന് വേണ്ടി നിക്ഷേപിച്ച തുക അവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ബാങ്കിൽ സൂക്ഷിച്ചത്. അത് മടക്കി കൊടുക്കേണ്ടുന്ന ബാധ്യതയും ഉത്തരവാദിത്വവും ഒരു സഹകരണ പ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ളത് കൂടി ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു സന്ദേശമായിട്ട് വെച്ചുകൊണ്ടാണ് ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു. അതുപോലെ തന്നെ രാജ്കുമാർ പീപ്പിൾ ടിവിയുടെ ഈ ഇടപെടൽ അതിനോടുള്ള ജനകീയ സംരംഭങ്ങളുടെ പ്രതികരണം ഒക്കെ വളരെ ഫലവത്തായി നടന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് ആതിര എഴുതുന്നുണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ, ഒപ്പം ബാങ്കിന്റെ നടപടിക്രമങ്ങൾ ഇനി എന്തൊക്കെ, ആതിരയുടെ കയ്യിലേക്ക് വിവാഹത്തിന്റെ അനിശ്ചിതത്വം പൂർണ്ണമായും ഒഴിഞ്ഞ് പണം കിട്ടാൻ. തീർച്ചയായും ഇത് ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഈ 2 ലക്ഷം രൂപ ആര്യങ്കാവിൽ തന്നെയുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അവരുടെ തന്നെ സുജാതയുടെ പേരുള്ള ആതിരയുടെ മാതാവ് സുജാതയുടെ പേരുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി നൽകാനാണ് ഇപ്പോൾ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് വിവാഹത്തിന് ഇനി തടസ്സങ്ങളില്ല. പൊതുപ്രവർത്തകർ സഹായമായി രംഗത്തുണ്ട്. ഒരു നാട് മുഴുവനും അച്ചൻകോവിലിൽ വരുന്ന 5000-ഓളം വരുന്ന ജനസമൂഹം മുഴുവനും അവർക്കൊപ്പം ഉണ്ട്. എന്നാൽ അതേസമയം ഇവർ കാണാത്ത, ഇവർക്ക് പരിചിതരല്ലാത്ത, ഇവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലയാളികളുടെ മനസാക്ഷി മുഴുവനും ഈ ആതിരയുടെ കുടുംബത്തിന് സഹായവുമായി ഉണ്ട് എന്നാണ് നമുക്ക് കരുതേണ്ടുന്നത്. ഒപ്പം തന്നെ ഇതിൽ റിസർവ് ബാങ്കിൻ്റെ ഉത്തരവനുസരിച്ച് ഇതിൽ ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് എന്നല്ല, ഒരു സഹകരണ ബാങ്ക് ഒരു തരത്തിലുള്ള പണമിടപാട് നടത്തരുത് എന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. രാജ്കുമാർ പീപ്പിൾ ടി വി ഹാഷ്ടാഗ് ക്യാമ്പയിൻ
തുടങ്ങി ഒരുപക്ഷെ ആതിരയുടെ വിഷയത്തിൽ ഒരു ആശ്വാസം തീർക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ നയങ്ങൾ രൂപപ്പെടുത്തിയ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 500 കോടിയുടെ വിവാഹം BJP നേതാവ് ആർഭാടമായി നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ ആതിരമാർക്ക് വിവാഹം നടത്താൻ ലളിതമായി പോലും അവരുടെ ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നത്. ജനങ്ങളുടെ പ്രതികരണം കൂടി എടുത്ത ശേഷം നമുക്ക് നിർത്താം. അജിംഷാദ്, ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശിക നേതാവ് നമ്മൾ ബിജു പാലസ് രംഗത്തുണ്ട്. ഈ അച്ചൻകോവിലിൽ ഇപ്പോൾ ആതിരയുടെ പ്രശ്നം, പീപ്പിൾ TV ഒരു ക്യാമ്പയിൻ ആരംഭിച്ചതിന്റെ ജനങ്ങളുടെ ഇതിലൊരു പങ്കാളിത്തം, ജനങ്ങളുടെ സഹകരണം എത്രമാത്രമുണ്ട്? ആതിരയുടെ വിഷയത്തിൽ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ആതിരയ്ക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ട്. നിരവധി പേര് ബാങ്കിൽ പൈസ ഇട്ടിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസരമുണ്ട്. ഇപ്പം ഈ സമീപപ്രദേശത്തിൻ്റെ അഷ്റഫ് എന്ന് പറഞ്ഞൊരു തൊഴിലാളി ഒരു ഓട്ടോ ആക്സിഡൻറ്റ് കഴിഞ്ഞ പിന്നെ 40,000 രൂപ നാട്ടുകാരോട് പിരിച്ച് കൊടുത്തിട്ട് അത് ഈ സൊസൈറ്റി നിക്ഷേപിച്ചിരിക്കുക ബാങ്കിൽ, തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹത്തിന് തുടർ ചികിത്സയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ ആതിരയുടെ വിഷയത്തിൽ CPM-ൻ്റെ പ്രാദേശിക നേതൃത്വവും DYFI-യും വളരെ ശക്തമായിട്ട് ഏരിയ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റി നിർദ്ദേശാനുസരണം ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ഇത് പീപ്പിൾ ടിവിയുടെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ ഒരു നല്ല ഒരു രീതി വന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. വാർഡ് മെമ്പറിന് എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു വിഷമങ്ങൾ ധാരാളം വന്ന് അറിയിക്കുമല്ലോ, എന്താണ്? തീർച്ചയായിട്ടും ഈ ആതിരയുടെ വിഷയം ഞങ്ങൾ ഓരോ കുടുംബത്തിലൊരാളുടെ വിഷയമായിട്ടാണ് ഞങ്ങൾ അത് എല്ലാവരും രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും നോക്കാതെ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഇതിനോടൊപ്പം ഞങ്ങൾ സഹകരിച്ചവരാണ്. പക്ഷേ ഈ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രതിസന്ധി നമുക്ക് അവസാനിച്ചില്ല എങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് ഈ ആര്യങ്കാവ് മേഖലയെ സംബന്ധിച്ച് ഒറ്റ ബാങ്കാണ് ഇവിടെ നമുക്കുള്ളത്. ഈ അച്ചൻകോവിലിൽ ഈ സർവീസ് സഹകരണ ബാങ്ക് വന്നതിൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു സമ്പാദ്യശീലം ഉണ്ടായത് ഈ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ്. ഈ സമ്പാദ്യശീലം വളർത്തിയത് ഈ ആര്യങ്കാവ് അച്ചൻകോവിൽ ശാഖയിൽ നിന്ന് തുടക്കമായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു 5,000 രൂപ കിട്ടിയാലും പെൻഷൻ കിട്ടിയാലും തൊഴിലുറപ്പിൻ്റെ ജോലിയാണേലും എല്ലാവരും അത് ഈ ബാങ്കിലാണ് നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പലർക്കും അത് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും എടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പല വീടുകളിലും ഇപ്പോൾ ഇവിടെ പട്ടിണിയാണ്. ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഫീസ് കൊടുക്കാൻ, ബസ് ഫെയർ പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ അച്ചൻകോവിലിന്. ആദിവാസി കോളനി പ്രാധാന്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഈ 165 കുടുംബങ്ങളാണ് ആദിവാസികൾ ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും ഈ സർവീസ് സഹകരണ ബാങ്കിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ ആര്യങ്കാവിൽ ഈ അച്ചൻകോവിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നടപടികളിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു നടവിൽ പോയാൽ ഞങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. തീർച്ചയായും രാജ്കുമാർ, ജനങ്ങളുടെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ. എനിക്കതിൽ വലിയ പ്രയാസമുണ്ട് ഈ ഏർപ്പാടിൽ. അതേ എനിക്ക് പറയാനുള്ളൂ, അല്ല വേറെ കാര്യമൊന്നുമില്ല. തീർച്ചയായും ജനങ്ങളുടെ പ്രതിഷേധം പ്രയാസങ്ങളൊക്കെ കൂടിയാണ് ആതിരയുടെ വിഷയങ്ങളുടെ പുറത്തെത്തുന്നത്. പീപ്പിൾ ടിവിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തുന്നു. ആതിരയുടെ വിഷയത്തിൽ എങ്കിലും പരിഹാരമാകുന്നു. ദേശസാൽകൃത ബാങ്കിലേക്ക് സഹകരണ ബാങ്കിലെ പണം, ആതിരയുടെ വിവാഹം നടത്താനുള്ള പണം കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്കാണ്. വലിയ പ്രതിഷേധവുമാണ് കേന്ദ്ര സർക്കാർ നയങ്ങളെ ചൊല്ലി ജനങ്ങളുടെ ഇടയിലുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇതിന്റെ വിവരങ്ങൾ കൂടിയാണ് രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി. തീർച്ചയായും ട്രെയിൻ ദുരന്തം ആണ് ഉത്തരേന്ത്യയിൽ, ഉത്തർപ്രദേശിൽ ഏറ്റവും വലിയൊരു വാർത്തയായി എത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഇന്ന് പുലർച്ചെ ട്രെയിൻ പാളം തെറ്റി അപകടം ഉണ്ടായത്. 96 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കാനായത്. പാട്ന ഇൻഡോർ എക്സ്പ്രസിൻ്റെ 14 കോച്ചുകളാണ് പാളം തെറ്റിയത്. 100-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരം കൂടി പുറത്തെത്തിക്കൊണ്ടേയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് M ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ടാകില്ല, പരിക്കേറ്റവരുടെ അവസ്ഥകൾ ഒക്കെയും? അജിംഷാദ്, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 2 ബോഗികൾ കൂടി ഇപ്പോൾ ഈ മാറ്റാനുണ്ട്. ഇതിനടിയിൽ കൂടുതൽ പേർ കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയവുമുണ്ട്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയായതിനു ശേഷം മാത്രമേ മരണസംഖ്യ എന്താണെന്നും അപകടത്തിൻ്റെ ഒരു തീവ്രത എത്രയാണ് എന്നുള്ള കാര്യം പൂർണ്ണമായും പറയാൻ കഴിയൂ. ഏതായാലും പുലർച്ചെ 3:10 കൂടിയാണ് കാൺപൂരിനടുത്ത പൊക്രയാനിൽ നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. പട്ന ഇൻഡോർ എക്സ്പ്രസ് ആണ് പാളം തെറ്റിയത്. 4 AC കോച്ചുകൾ ഉൾപ്പെടെ 14 കോച്ചുകളാണ് അപകടത്തിൽപ്പെട്ടത്.
ഇതിൽ തന്നെ S1 S2 കോച്ചുകളിലാണ് ഉള്ളവരാണ് കൂടുതൽ അപകടത്തിൽപ്പെട്ടതും മരണം സംഭവിച്ചതും എന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിക്കുന്നത്. എന്താണ് അപകട കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഉന്നതതല സംഘം, റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ എന്താണ് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ടാകൂ. ഏതായാലും ഒന്നുകിൽ പാളത്തിലുണ്ടായ വിള്ളൽ അല്ലെങ്കിൽ ട്രെയിനിന് മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സം, ഈ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അട്ടിമറി സാധ്യതയില്ല എന്നുള്ള കാര്യം റെയിൽവേയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 96 പേർ ഇപ്പോൾ തന്നെ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അതോടൊപ്പം 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 50 പേരുടെ നില അതീവ ഗുരുതരമാണ്. കാൺപൂരിലുള്ള ആശുപത്രിയിലാണ് ഈ ഗുരുതരമായി പരിക്കേറ്റവർ ഉള്ളത്. ആർമി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനവും ആശുപത്രികളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ കുറക്കാനും പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താനുമുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഉത്തർപ്രദേശ് സംസ്ഥാന പോലീസും റെയിൽവേ സുരക്ഷാ വിഭാഗവും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 40 ആംബുലൻസുകൾ സംഭവ സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ളവരും ഈ സംഭവ സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഉത്തർപ്രദേശ് DGP-യും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച്, അഖിലേഷ് യാദവിൻ്റെ നിർദ്ദേശമനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അജിം ഷാ. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നോട്ട് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. ഈ യോഗത്തിൽ കേരളം ഇന്നത്തെ കറൻസി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ വിഷമത്തിലാണ്. ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പറ്റുമെന്നല്ല, അതിൻ്റെ അപ്പുറം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഇതേ സുവിശേഷമായിരിക്കുന്നു തോന്നുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാന ധനമന്ത്രിമാരുമായിട്ട് സംബന്ധിച്ച് ആശയവിനിമയം നടത്തും. സംസ്ഥാനത്തിനുണ്ടായ വരുമാനിയോട് നികത്തി തരണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. നിശ്ചയമായിട്ടും സഹകരണ ബാങ്കിനെ കുറിച്ചും ധനമന്ത്രിയോട് സംസാരിക്കും. സഹകരണ ബാങ്കിൻ്റെ പ്രശ്നം അനുഭാവപൂർവ്വം നോക്കിക്കാണാമെന്നാണ് ധനമന്ത്രി അന്ന് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഇന്നും തവണ വീണ്ടും ചർച്ച നടത്തും. ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിയും പ്രക്ഷോഭ മാർഗങ്ങളും എല്ലാം ഇന്ന് കേരളത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ സന്ദേശം ഡൽഹിയിൽ എത്തിക്കാണമെന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ടുകൾ അസാധുവാക്കിയ നടപടി സംസ്ഥാനത്തെ അനാഥ മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. 2000-ൽ അധികം വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ അന്തേവാസികളും ഇതോടെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണക്കാർ നൽകുന്ന തുച്ഛമായ സംഭാവനകളാണ് ഈ സ്ഥാപനങ്ങളെ നിലനിർത്തിപ്പോരുന്നത്. തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന അനാഥരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന 100 കണക്കിന് വരുന്ന ആശ്രമങ്ങളാണ് നരേന്ദ്രമോദിയുടെ നോട്ടു പിൻവലിക്കലിലൂടെ പട്ടിണിയിലായിരിക്കുന്നത്. കയ്യും കാലും നഷ്ടപ്പെട്ടവരും മാനസിക അസുഖങ്ങളുള്ളവരുമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉപേക്ഷിച്ചതോടെ ഇവരുടെ ജീവിതം തെരുവുകളിലായിരുന്നു. ഇവിടെ നിന്നും ഇവരെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ച് പരിപാലിച്ചു വരുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പണം എത്തുന്നില്ല. സാധാരണക്കാരായ ജനങ്ങളും മറ്റും നൽകുന്ന തുച്ഛമായ സംഭാവനകളായിരുന്നു ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം. ബ്രദർ മാത്യു ആൽബിൻ, ശാന്തി ഭവൻ. പട്ടിണിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. കാരണം ആരെങ്കിലും 100-500 രൂപ കൊടുത്ത് അത് ഇവിടെ കൊണ്ടുവരുന്നില്ല. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. നേരത്തെ ആൾക്കാർക്ക് നാട്ടുകാരൊക്കെ 100 രൂപ, 200, 500, 50 ഒക്കെ ഇവിടെ തന്നിട്ടിരുന്നത്. ഇപ്പോൾ ഒറ്റ മനുഷ്യൻ വരുന്നില്ല ഇങ്ങോട്ട്. നോട്ടുകൾ പിൻവലിച്ചതോടെ പഴയ നോട്ടുകളും പുതിയ നോട്ടുകളും ഇപ്പോൾ ഇവരെ തേടി എത്താറില്ല. 2150 അനാഥാലയങ്ങളാണ് സംസ്ഥാനത്തിപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെയും ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ചില സ്ഥാപനങ്ങൾ ട്രസ്റ്റുകളും സൊസൈറ്റികളുമൊക്കെയായാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വന്നതോടെ തെരുവിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ പാവങ്ങളെ എങ്ങനെ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് സ്ഥാപന ഉടമകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ച് ധനമന്ത്രി തോമസ് ഐസക് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നോട്ട് അസാധുവാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിലാണ് യോഗത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. മനു ശങ്കരൻ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു,
ധനകാര്യമന്ത്രി, നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞു സഹകരണ മേഖലയിൽ അടക്കം വരുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ യോഗത്തിൽ അവതരിപ്പിക്കുന്ന കാര്യം, കേന്ദ്രത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന കാര്യം, മറ്റു മന്ത്രിമാരും ഒക്കെ ഇതേ വിഷയം തന്നെയാകും യോഗത്തിൽ ഉന്നയിക്കുക. യോഗത്തിൻ്റെ ഗതി എന്ത് അറിയാനാകുന്നവ? ഇതൊരു അനൗപചാരിക ചർച്ച എന്ന് മാത്രമാണ് ധനമന്ത്രാലയം നൽകുന്ന വിശദീകരണം. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടിയാണ് സംസ്ഥാന ധനമന്ത്രിമാരെ ഇന്ന് യോഗത്തിന് വിളിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ഈ GST വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിലും നോട്ട് പ്രതിസന്ധി വിഷയം തന്നെയാണ് സംസ്ഥാന ധനമന്ത്രിമാർ ഈ ചർച്ചയിൽ ഉന്നയിക്കുക എന്ന് പറയുന്നത്. പ്രധാനമായും കേരളത്തിൽ സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി, ഇതുമൂലം കോടിക്കണക്കിന് രൂപയുടെ വായ്പയും നിക്ഷേപവും പ്രതിസന്ധിയിലായിരിക്കുന്ന കാര്യങ്ങൾ ധനമന്ത്രി തോമസ് ഐസക് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെയും സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി മൂലം സർക്കാർ ഖജനാവിന് പോലും ഉണ്ടായിരിക്കുന്ന വലിയ നഷ്ടങ്ങളടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. സഹകരണ ബാങ്കുകൾക്കെതിരെ സർക്കാരും അതോടൊപ്പം റിസർവ് ബാങ്കും തുടരുന്ന നിലപാടിലെ എതിരെയുള്ള പിന്തുണ നേടുന്നതിന് ധനമന്ത്രിമാരുടെ ശ്രദ്ധയും ക്ഷണിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് ചർച്ചയ്ക്ക് തിരിക്കും മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. നോട്ട് പ്രതിസന്ധി മൂലം ശമ്പളവും പെൻഷനും നൽകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഗുരുതര പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാന ഖജനാവും അതോടൊപ്പം പൊതു മേഖലയും നീങ്ങുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിലെ ആശങ്കയും സംസ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയോട് ഇക്കാര്യത്തിൽ അടിയന്തരമായ പരിഹാരം കാണേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് മറുപടി നൽകുമെന്നത് ശ്രദ്ധേയമായതാണ്. ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും ഇതേ നിലപാട് തന്നെ ധനകാര്യമന്ത്രി മുമ്പാകെ ആവർത്തിക്കാനാണ് സാധ്യത. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അജിംഷാ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് മനു. രാജ്യത്ത് കറൻസി പ്രതിസന്ധി രൂക്ഷമായി തുടരവേ ഇന്ന് ബാങ്ക് അവധിയാണ്. 1500 നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ ബാങ്ക് അവധിയാണിത്. തുടർച്ചയായി 11 ദിവസം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇന്ന് ബാങ്കുകൾ അവധിയിലേക്ക് പോകുന്നത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ATMകളിൽ പരമാവധി പണം നിറച്ചിട്ടുണ്ടെന്നാണ് ബാങ്കുകൾ പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രദമായേക്കില്ല. ചെറിയ നോട്ടുകളുടെ അഭാവം ഇന്നും ജനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തെ പഴം പച്ചക്കറി വിപണി വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പച്ചക്കറി സ്വീകരിക്കാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഇതോടെ വിളവിറക്കാൻ പോലും ആകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ കയ്യിൽ തന്നെ പണം സൂക്ഷിച്ചിരിക്കുന്ന ദിവസക്കൂലിക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റാണ് ദില്ലിയിലെ ആസാദ്പൂർ മണ്ഡി. 25,000 ടൺ വരെ പഴം പച്ചക്കറി വിൽപ്പന നടക്കാറുള്ള മാർക്കറ്റ്. ബീഹാർ, ഹരിയാന, UP എന്നിവിടങ്ങളിൽ നിന്നും പഴം പച്ചക്കറികൾ എത്തിക്കുന്ന നൂറുകണക്കിന് കർഷകരെയും തൊഴിലാളികളെയും ഇവിടെ കാണാം. എന്നാൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതോടെ കച്ചവടം 70% കുത്തനെ ഇടിഞ്ഞു. വിളയിറക്കേണ്ട സമയമായിട്ടും കർഷകർക്ക് പണം നൽകാൻ വിതരണക്കാർക്കും സാധിക്കുന്നില്ല. ചില്ലറക്ഷാമം രൂക്ഷമായതോടുകൂടി പച്ചക്കറി പഴം മാർക്കറ്റുകളിലേക്കുള്ള ആവശ്യക്കാരുടെ തിരക്കും കുത്തനെ കുറഞ്ഞു. ഇതോടെ മിക്ക കച്ചവടമുണ്ടായിരുന്ന കടകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കടകളിൽ കാണാനാകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ. അക്കൗണ്ടുള്ള തൊഴിലാളികൾ അത് സ്വദേശമായ ബീഹാറിലും പഞ്ചാബിലുമാണെന്നത് ചൂണ്ടിക്കാട്ടുന്നു. ബിഹാർ में खाता है तो उसमें हम लोग वो रियानी से डालते हैं पैसे और क्या कर सकता हूँ. अभी कोई 500 का नोट नहीं ले रहा है, 1000 का नोट नहीं ले रहा है. हम लोग मजदूर आदमी हैं, क्या करें. കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ നോട്ടിന് കമ്മീഷൻ ഈടാക്കി പുതിയ നോട്ടുകൾ നൽകുന്ന മാഫിയകളും മാർക്കറ്റിൽ സജീവമായി കഴിഞ്ഞു. क्योंकि हम गरीब के पास खाता नहीं है और 1000-500 का नोट हम कहाँ दें, किसको दें, उसमें से 200 रुपए कट रहा है. ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയെന്ന അവകാശവാദത്തോടെയായിരുന്നു സർക്കാരിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുതിയ നീക്കം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാത്ത ഈ തീരുമാനവും ദുരന്തത്തിലാക്കിയത് സാധാരണ ജനങ്ങളെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാങ്കിൽ നിന്നും പണം ലഭിക്കാതെ മടങ്ങിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചികിത്സയ്ക്കായി പണം പിൻവലിക്കാനെത്തിയ വയനാട് പുൽപ്പള്ളി സീതാ മൗണ്ട് സ്വദേശി ജോസഫാണ് മരിച്ചത്. ബാങ്കിൽ നിന്നും വീട്ടിലെത്തിയ ഉടനെയാണ് ഇയാളുടെ മരണം സംഭവിച്ചത്.
രാവിലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പണം പിൻവലിക്കാൻ പാടിച്ചിറയിലെ ഗ്രാമീൺ ബാങ്ക് ശാഖയിലെത്തിയതായിരുന്നു ജോസഫ്. എന്നാൽ ഇതിന് സാധിച്ചില്ല. പണം തീർന്നുപോയെന്ന് ബാങ്ക് അധികൃതർ അറിയിക്കുകയായിരുന്നു. ബാങ്കിൽ നിൽക്കുമ്പോഴും ഇദ്ദേഹം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ അയൽവാസി വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. വീട്ടിലെത്തിയതിനു ശേഷം ഉച്ചയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജോസഫിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. അതേസമയം നോട്ട് പ്രതിസന്ധി മൂലം ജില്ലയുടെ ഗ്രാമീണ മേഖലകളിൽ പോലും ഇപ്പോഴും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. ഇതിനിടെയാണ് മറ്റൊരു മരണം കൂടി. ന്യൂസ് ബ്യൂറോ, വയനാട്. നോട്ട് പ്രതിസന്ധി സഹകരണ ആശുപത്രികളിലും ശസ്ത്രക്രിയ വരെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് ആശുപത്രികൾ. ജീവനക്കാരുടെ ശമ്പളവും അനിശ്ചിതത്വത്തിലാണ്. സംസ്ഥാനത്തെ മറ്റു സഹകരണ പ്രസ്ഥാനങ്ങളെ പോലെ വെട്ടിലായിരിക്കുകയാണ് സഹകരണ ആശുപത്രികളും. വലിയ തോതിലുള്ള വായ്പകൾ സ്വീകരിച്ചാണ് പലയിടങ്ങളിലും സഹകരണ ആശുപത്രികൾ ആരംഭിച്ചതും ആധുനിക ഉപകരണങ്ങൾ വാങ്ങിയതും. എന്നാൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കേണ്ടത് എങ്ങനെയെന്ന അനിശ്ചിതത്വത്തിലാണ് ആശുപത്രികൾ. പഴയ നോട്ടുകളുടെ ക്രയവിക്രയത്തിൽ നിന്ന് സഹകരണ പ്രസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ് ആശുപത്രികൾ പ്രതിസന്ധിയിലാകാൻ കാരണമെന്ന് സഹകരണ ഹോസ്പിറ്റൽ ഫെഡറേഷൻ ചെയർമാൻ മുയ്യാരത്ത് പത്മനാഭൻ പറഞ്ഞു. ചില്ലറ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലർക്കും കാശ് നമ്മുടെ അടുത്ത് ഫണ്ട് അടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നാട്ടിൽ അറിയുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് വാങ്ങാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒ പിയിലുള്ള രോഗികളുടെ വരവ് ഏകദേശം പകുതിയിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്ക് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണമല്ലോ. ആ ശമ്പളം എങ്ങനെ കൊടുക്കണമെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ശസ്ത്രക്രിയ പോലും മാറ്റിവെക്കേണ്ട രീതിയിൽ ആശുപത്രികളുടെ താളം തെറ്റിയതിനാൽ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം നൽകുമെന്ന പ്രതിസന്ധിയിലാണ് ആശുപത്രികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അച്ചൻകോവിൽ സ്വദേശിനി ആതിരയുടെ വിവാഹത്തിനുള്ള തടസ്സം പീപ്പിൾ ടിവിയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഇടപെടലിനെ തുടർന്ന് നീങ്ങി. സഹകരണ ബാങ്കിലെ പണയത്തുക ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റി നൽകാൻ ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചു. CPIM DYFIയുടെ നേതൃത്വത്തിൽ ആതിരയുടെ വിവാഹ ആവശ്യത്തിന് പ്രത്യേക ഫണ്ട് നൽകാനും തീരുമാനിച്ചു. വാർത്തയിലേക്ക്. JNUവിലെ നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിൽ പ്രതിഷേധവുമായി പുരോഗമന കലാസാഹിത്യ സംഘം. നജീബിന്റെ തിരോധാനം ഉടൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂക്കാസ സാംസ്കാരിക പ്രതിഷേധ റാലി നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി റാലി ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി സെക്രട്ടേറിയറ്റ് മുന്നിലാണ് സമാപിച്ചത്. കാഴ്ചയുടെ നവവസന്തമൊരുക്കി ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം. പനാജിയിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു മേള ഉദ്ഘാടനം ചെയ്യും. 194 ചിത്രങ്ങളാണ് ഇത്തവണത്തെ മേളയിൽ പ്രദർശിപ്പിക്കുക. ജയരാജിന്റെ വീരമടക്കം 3 മലയാള ചിത്രങ്ങൾ ഇന്ത്യൻ പനോരമയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അവസാന വിദേശ സന്ദർശനത്തിന് ബറാക് ഒബാമ പെറുവിലെത്തി. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒബാമയുടെ അവസാന വിദേശ സന്ദർശനമാണിത്. പെറു പ്രസിഡന്റ് പെദ്രോ പാബ്ലോയുമായി ഒബാമ കൂടിക്കാഴ്ച നടത്തി. ഏഷ്യ പസഫിക് എക്കണോമിക് കോൺഫറൻസിന്റെ ഭാഗമായി പെറുവിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് അടക്കമുള്ള വിവിധ ലോക നേതാക്കളുമായും ഒബാമ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. എയർഫോഴ്സ് 1 വിമാനത്തിലെ വിദേശയാത്രയുടെ അവസാന സ്റ്റോപ്പിൽ പെറുവിലിറങ്ങി ഇനി ബരാക് ഒബാമയ്ക്ക് പടിയിറങ്ങാം. പെറുവിൽ ലിമയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒബാമ അവസാന വിദേശ സന്ദർശനത്തിനായി വന്നിറങ്ങിയത്. ജർമ്മനിയിൽ ചാൻസലർ ആഞ്ചല മെർക്കലുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബെർലിനിൽ നിന്നാണ് ഒബാമ പെറുവിലേക്ക് യാത്ര തിരിച്ചത്. പെറുവിൽ പ്രസിഡന്റ് പെദ്രോ പാബ്ലോയുമായി ഇന്ന് ചർച്ച നടത്തുന്ന ഒബാമ ലിമയിൽ തന്നെ നടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉച്ചകോടിയിലും പങ്കെടുക്കുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ഒബാമ ഇന്ന് ചർച്ച നടത്തും. 2 ടൈമുകളിലായി 58 വിദേശ രാജ്യങ്ങളാണ് ബരാക് ഒബാമ സന്ദർശിച്ചത്. 6 തവണ ജർമ്മനി സന്ദർശിച്ച ഒബാമ 5 തവണ മെക്സിക്കോയും ഇംഗ്ലണ്ടും സന്ദർശിച്ചു. 2 തവണ വീതം ഇന്ത്യയിലും റഷ്യയിലും എത്തിയ ഒബാമ അവസാന വിദേശയാത്രയും പൂർത്തിയാക്കി നാളെ പുലർച്ചെ വൈറ്റ് ഹൌസിൽ തിരികെ എത്തും. ഇന്റർനാഷണൽ ഡെസ്ക്. പാലക്കാട്ടെ ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ 2ാം വിള നെൽകൃഷി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം. ശേഷിക്കുന്ന വെള്ളം കുടിവെള്ളത്തിനായി കരുതി വയ്ക്കാനും നിർദ്ദേശം. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന പദ്ധതി ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. വരൾച്ചാ സാഹചര്യം നേരിടുന്ന ജില്ലയിൽ 2ാം വിള കൃഷി സാധ്യത പരിശോധിക്കുന്നതിനാണ് യോഗം ചേർന്നത്. ചിറ്റൂർ പുഴ പദ്ധതി പ്രദേശത്ത് വിളയിറക്കുന്നത് ഫലം ചെയ്യില്ലെന്ന് യോഗം വിലയിരുത്തി. ഡാമുകളിലെ ജലനിരപ്പ് പരിതാപകരമാണ്. 2ാം വിളയിൽ ജില്ലയിൽ 50,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ 5,000 ഹെക്ടർ സ്ഥലത്തെ കൃഷിക്കുള്ള ജലസേചനം പോലും സാധ്യമാകില്ല. ജില്ലാ കളക്ടർ പി മേരിക്കുട്ടി.
നെൽകൃഷിക്ക് വലിയ വെള്ളം ലഭ്യത വളരെ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് എംഫസൈസ് ചെയ്ത് അവർ ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അത് നശിച്ചു പോയാൽ തന്നെ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഇടവിള ഉള്ള കൃഷികൾ ചെയ്യാനാണ് നമ്മളിപ്പോൾ നിർദ്ദേശം കൊടുക്കുക. അതിലും ഏതൊക്കെ കൃഷികളാണ് കൂടുതൽ വെള്ളം ചെലവ് കുറച്ച കേസുകൾ ഏതൊക്കെയാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കൃഷിക്കാർക്ക് കൊടുക്കും. ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴയിൽ ഈ മാസം തുടക്കത്തിലെ കണക്കനുസരിച്ച് 94.70 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇത് 143.58 ദശലക്ഷം ഘനമീറ്ററായിരുന്നു. ചിറ്റൂർ പുഴ പദ്ധതിക്ക് കീഴിലുള്ള വാളയാർ, മീങ്കര, ചുള്ളിയാർ ഡാമുകളിലും ജലനിരപ്പ് വളരെ താഴെയാണ്. ജലചൂഷണം കണ്ണിൽപ്പെട്ടാൽ ശക്തമായ നടപടിയെടുക്കാനും കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക പൈൽസ് ദിനത്തോടനുബന്ധിച്ച് കൊച്ചി അൽഷിഫ ഹോസ്പിറ്റലിൽ ഇന്നു മുതൽ മലദ്വാര ക്യാൻസർ പരിശോധനാ വിഭാഗം പ്രവർത്തനം തുടങ്ങും. അൽഷിഫ MD ഡോക്ടർ ഷാജഹാൻ യൂസഫ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പ്രവാസി മലയാളികൾ, IT പ്രൊഫഷണലുകൾ, വികലാംഗർ, BPL കാർഡ് ഉടമകൾ എന്നിവർക്ക് ചികിത്സാ ഇളവ് നൽകും. 3000 രൂപ ചെലവ് വരുന്ന ഡിജിറ്റൽ റെക്ടറൽ സ്കാനിംഗ് മുഴുവൻ രോഗികൾക്കും ഡിസംബർ വരെ സൗജന്യമായിട്ടുണ്ടെന്നും അൽഷിഫ MD അറിയിച്ചു. ഡോക്ടർ PC ജോസഫ്, ഡോക്ടർ ദിലീപ്, സുനിൽ കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അത്യന്താധുനിക ചികിത്സാ ആവശ്യങ്ങൾക്കായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത 3 നൂതന സാങ്കേതിക വിദ്യകൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പുറത്തിറക്കി. പരിഷ്കരിച്ച കൃത്രിമ ഹൃദയവാൽവിൻ്റെയും കൃത്രിമ രക്തക്കുഴലായ വാസ്കുലാർ ഗ്രാഫ്റ്റിൻ്റെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തയ്യാറാക്കിയ 3 നൂതന സാങ്കേതിക വിദ്യകളാണ് തലസ്ഥാനത്ത് പുറത്തിറക്കിയത്. വ്യാവസായിക ഉൽപാദനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചടങ്ങിൽ ഇവ കൈമാറിയത്. ഏറെക്കാലത്തെ ഗവേഷണ പ്രക്രിയകൾക്കൊടുവിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നേട്ടം കൈവരിച്ചത്. ബയോ ആക്റ്റീവ് കാൽസ്യം സൾഫേറ്റ് സിമന്റ്, PVA സർജിക്കൽ സ്പോഞ്ച് ഉൾപ്പെടെ അത്യാധുനിക ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. കേരളത്തിന്റെ അഭിമാനമെന്ന് നമുക്ക് അവകാശപ്പെടാനാവുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സവിശേഷതകളിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് ചികിത്സാ ഉപകരണങ്ങളും ബദൽ അവയവ ഭാഗങ്ങളും വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ്. കൃത്രിമ ഹൃദയവാൾവിന്റെയും കൃത്രിമ രക്തക്കുഴലായ വാസ്കുലാർ ഗ്രാഫിന്റെയും ഗുണങ്ങൾ മെച്ചപ്പെടുത്തി പുതുതായി രൂപപ്പെടുത്തിയ 2ന്റെയും പ്രകാശനവും ചടങ്ങിൽ നടന്നു. പാർക്കിൻസൺസ് രോഗികൾക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി ശ്രീചിത്രയിൽ ചികിത്സ തേടാനുള്ള കൺസൾട്ടേഷൻ പദ്ധതി മറ്റ് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ള രോഗികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിലെ അടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നു. വിജിലൻസിന്റെ ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്നാണിത്. ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരന് വേണ്ടിയാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം 1 കോടിയോളം രൂപ വരുന്ന 3 നിക്ഷേപം മാറ്റിയെന്നാണ് സൂചന. കാലാവധി തീരുന്ന മുറയ്ക്ക് മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും മാറ്റാനാണ് നീക്കം. ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ നടപടി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് അക്കൗണ്ടും മറ്റ് നിക്ഷേപങ്ങളും മാറ്റാൻ പലതവണ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു നടപടിയും. എന്നാൽ ജീവനക്കാരുടെയും മറ്റും പ്രതിഷേധമുയർന്നതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് അനുഭാവിയായ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടിടപെട്ട സമ്മർദ്ദം ചെലുത്തി വീണ്ടും അക്കൗണ്ട് മാറ്റുന്നത്. നിലവിൽ ധനലക്ഷ്മി ബാങ്കിന്റെ നന്ദൻകോട് ശാഖയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകളുള്ളത്. ശബരിമലയിലും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി ധനലക്ഷ്മി ബാങ്കിലാണ് ഇടപാടുകളും. ഇത് മറ്റൊരു ദേശസാൽകൃത ബാങ്കിലേക്കാണ് മാറ്റാൻ തീരുമാനം. നന്ദൻകോട് നിന്നും ഏറെ അകലെ പൂജപ്പുരയിലെ ശാഖയിലേക്കാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മാറ്റുന്നതും. 7.5% പലിശ നൽകുമെന്ന ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മാറ്റുന്നത്. എന്നാൽ അടുത്തിടെ മാറ്റിയ 1 കോടി രൂപയ്ക്ക് 7.4% പലിശ നൽകിയിരുന്നുള്ളൂ. ഇതോടെയാണ് സംഭവം വിവാദമായതും. അക്കൗണ്ടുകൾ മാറ്റുന്നതടക്കം പല സുപ്രധാന തീരുമാനങ്ങളും ബോർഡ് അധികൃതർ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കണ്ണൂർ നടുവിൽ പഞ്ചായത്ത് ജനവാസ കേന്ദ്രങ്ങളിലും ക്വാറി മാഫിയ പിടിമുറുക്കുന്നു. നേരത്തെ മലകളിൽ അനധികൃതമായി ഇവർ നടത്തിയ കയ്യേറ്റം വാർത്തയായപ്പോൾ അധികൃതർ ഇടപെട്ട് നിർത്തിവെക്കുകയായിരുന്നു. നടുവിൽ പഞ്ചായത്തിൽ ക്വാറി മാഫിയ ജനവാസ മേഖലകളടക്കം കയ്യേറുകയാണ്. മുൻപ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലയോരം വിടേണ്ടി വന്ന ക്വാറി മാഫിയാണ് ഇപ്പോൾ അനധികൃത ക്വാറികൾ ജനവാസ കേന്ദ്രത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തൊട്ട് ഇവിടെ ഈ റോഡ് പണിക്ക് വേണ്ടി ചെറിയ തോതിൽ കല്ല് പൊട്ടിക്കുന്ന രൂപയാണ് അതിഭീകരമായ രൂപത്തിലാണ് ഇവിടെ സ്ഫോടനങ്ങൾ നടന്ന് പാറകൾ പൊട്ടിക്കുന്നത്. പടിഞ്ഞാറേ കവലയ്ക്ക് 200 മീറ്റർ ദൂരത്ത്
ഉഗ്രസ്ഫോടനം നടന്നതോടെ തുമ്പുങ്കൽ കുട്ടന്റെ പേരക്കുട്ടി ലാനൽ തലകറങ്ങി വീണു. ഞാൻ വൈകുന്നേരം ഒരു വെടിവെക്കുന്നത്. ആ വെടിവെച്ചപ്പം കൊച്ചു മിറ്റത്തായിരുന്നു. കൊച്ചു ഓടി അകത്ത് കയറി ബോധം കെട്ട് വീണു. ഈ മലയുടെ മറുഭാഗം 100-ലധികം വീടുകളുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമാണിവിടം. നടുവിൽ പഞ്ചായത്ത് അംഗം ത്രേസ്യാമ്മ ജോസഫിന്റെ സഹോദരൻ ചൂരത്തിൽ ജോയിയുടെ ഭൂമിയിലാണ് ക്വാറി. നിബന്ധനകളൊന്നും പാലിക്കാതെ പഞ്ചായത്തിന്റെ മൗനസമ്മതത്തോടെയാണ് ക്വാറി നടത്തുന്നതെന്ന് പഞ്ചായത്ത് അംഗം ഷീബയടക്കം സാക്ഷ്യപ്പെടുത്തുന്നു. പഞ്ചായത്ത് ഒരു അനുമതിയും ഇതിന് കൊടുത്തിട്ടില്ല. പഞ്ചായത്തുമായിട്ട് ഒരു ധാരണ ഉണ്ടായിട്ടുമില്ല, ആലോചന ഉണ്ടായിട്ടുമില്ല. ഇതിന്റെ കാര്യത്തിൽ ഇവിടെ പ്രവൃത്തി നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയോളായി. നടുവിൽ പഞ്ചായത്തിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. വയനാട് ബത്തേരിയിൽ MLA ഫണ്ടും പട്ടികവർഗ വകുപ്പിന്റെയും ഫണ്ട് ഉപയോഗിച്ച് 2011 മുതൽ 2015 വരെയുള്ള പകൽ വീട് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങളിൽ ക്രമക്കേട്. ഒറ്റമുറിയുള്ള ചെറിയ വീടുകൾക്ക് 6 ലക്ഷം രൂപ വരെ ചിലവിട്ടു എന്നാണ് കണക്കുകൾ. 9 കോളനികളിലായി 9 പകൽ വീടുകളാണ് ബത്തേരി നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ നിർമ്മിച്ചത്. ബത്തേരിയിലെ കുറുമ കോളനികളിൽ നടത്തിയ പകൽ വീട് നിർമ്മാണങ്ങളിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഒറ്റ പ്ലാനിൽ നിർമ്മിക്കേണ്ട വീടുകൾ പല കോളനികളിലും പലവിധം. 600 മുതൽ 700 സ്ക്വയർ ഫീറ്റ് വീടിന് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ നൽകുന്ന സ്ഥാനത്ത് ഒരു പകൽ വീടിന് ഒറ്റമുറിക്ക് അനുവദിച്ചത് 4 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയാണ്. ഇതിന്റെ പകുതി തുക പോലും ഇവിടൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുമില്ല. പല കോളനികളിലും ഇപ്പോഴിത് ദൈവപുരയാണ് ഉപയോഗിക്കുന്നത്. ബത്തേരി എന്ന് പറയുന്നത് നുച്ചമ്പേൽ അത് ഇതുപോലെ തന്നെ ചെറിയ വീടുകളാണ്. അപ്പോൾ ഇത് ഇത്രയും എല്ലാ വീടുകളും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണക്കാരനൊരു വീട്ടിൽ 3 ലക്ഷം രൂപ മുടക്കി നല്ല രൂപത്തിൽ ചെയ്യുന്നതും അപ്പോൾ കുറച്ചെങ്കിലും നന്നാക്കി ചെയ്തുകൂടാ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വീടില്ലാതെ ആദിവാസികൾ ദുരിത ജീവിതം നയിക്കുമ്പോഴാണ് തലതിരിഞ്ഞ ഫണ്ടുപയോഗവും അഴിമതിയും പകൽ വീടിന്റെ പേരിൽ ബത്തേരിയിൽ നടന്നത്. 50 ലക്ഷത്തോളം രൂപ 9 പകൽ വീടുകൾക്കായി ചെലവായതായാണ് കണക്കുകൾ. ഇതു സംബന്ധിച്ച അഴിമതിയിൽ നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് കോളനിക്കാർ. ന്യൂസ് ബ്യൂറോ, വയനാട്. രാജ്യതലസ്ഥാനത്തെ ആസ്വാദകർക്ക് മുന്നിൽ സംഗീത വിരുന്നൊരുക്കി ദില്ലി അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ കേരളത്തിന്റെ പ്രകടനം. മുള കൊണ്ടുള്ള വാദ്യോപകരണങ്ങളിൽ വൈലി ബാംബു ഫോക്സ് സംഗീത വിസ്മയം തീർത്തു. രമേശ് നാരായണൻ നേതൃത്വം നൽകിയ മൃദു മൽഹാർ സാംസ്കാരിക സായാഹ്നത്തെ സമ്പന്നമാക്കി. അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരള ദിനം വ്യത്യസ്തമായ സംഗീത പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. മുളയിൽ തീർത്ത ഉപകരണങ്ങളിൽ സ്വന്തമായി ചിട്ടപ്പെടുത്തിയ സംഗീതം കൊണ്ട് വയലിൽ ബാംബു ഫോക്സ് വിസ്മയം തീർത്തു. രമേശ് നാരായണനും മകൾ മധുശ്രീയും സംഘവും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടി മൃദുമൽഹാറിൽ വ്യാപാരമേളയിലെ സായാഹ്നം അലിഞ്ഞുചേർന്നു. കേരള ദിനത്തിന്റെ ഉദ്ഘാടനം നാടകാചാര്യൻ ഓംചേരി NN പിള്ള നിർവഹിച്ചു. രാജ്യസഭാംഗം KK സോമപ്രസാദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ കലാകാരന്മാരെയും കേരള പവലിയൻ രൂപകൽപ്പന ചെയ്ത CB ജിനൻ തുടങ്ങിയവരെയും ആദരിച്ചു. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ചുള്ള പ്രക്ഷോഭം ആവശ്യമാണെന്ന് മന്ത്രി AC മൊയ്തീൻ. ഇക്കാര്യത്തിൽ സുധീരനുമായി സംസാരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സലീമിന്റെ പരാതി CPIM-നെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഇത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായെന്നും AC മൊയ്തീൻ പാലക്കാട് പറഞ്ഞു. യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ജീവനക്കാരുടെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, തടസ്സമില്ല. KPCC-യുടെ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് UDF ചർച്ച ചെയ്യട്ടെ, അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ചെറിയ രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസമെന്ന് മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സഹകരിക്കണം എന്നാണ് ഗവൺമെൻറ് നിലപാട്. അതിന് അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ സംസാരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, വലിയ പ്രതിസന്ധിയാണ് സഹകരണ മേഖലയാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മൂവ്മെൻറ്റുകളെയും വളരെ ആകാംക്ഷയോടെ നോക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ AC മൊയ്തീൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ? നിമിഷാദ്, സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യമെന്ന് പറഞ്ഞ AC മൊയ്തീൻ ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾ
യോജിച്ച പ്രക്ഷോഭത്തിന്റെ പാതയിലാണെന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്തു. ഈ ഘട്ടത്തിലാണ് KPCC അധ്യക്ഷൻ VM സുധീരന്റെ പ്രസ്താവന മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത്തരത്തിൽ ആ കാര്യം സുധീരന്റെ നിലപാട് UDF ചർച്ച ചെയ്യട്ടെ, എന്നാൽ അദ്ദേഹവുമായി ഏത് തരത്തിലുള്ള ഒരു സംസാരത്തിനും സംസ്ഥാന ഗവൺമെന്റ് മന്ത്രി എന്നുള്ളതിൽ താനും സംസ്ഥാന ഗവൺമെന്റും തയ്യാറാണ്. അതായത് യോജിച്ചുള്ള പ്രക്ഷോഭത്തിലൂടെ മാത്രമേ സഹകരണ മേഖലയിൽ രക്ഷിക്കാനാവൂ എന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാട് AC മൊയ്തീൻ ഇവിടെ ഇന്ന് പാലക്കാട് എത്തിയപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായത്. ഒപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, CPI-യും MP-യും പോളിറ്റ് ബ്യൂറോ അംഗവുമായ മുഹമ്മദ് സലീമിന്റെ ഒരു കത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത്തരം ഒരു കത്ത് നൽകി ഉണ്ടായില്ല എന്നുള്ള കാര്യം മുഹമ്മദ് സലീമും CPM ജനറൽ സെക്രട്ടറിയും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചില തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്, മുഹമ്മദ് സലീമിന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പാലക്കാട്ട് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിരുന്നു AC മൊയ്തീൻ എത്തിയത്. അജിംഷാദ്. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. PC ജോർജ് MLA വീണ്ടും വെള്ളിത്തിരയിലേക്ക്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായ ഹ്രസ്വചിത്രത്തിലാണ് അദ്ദേഹം പ്രധാന വേഷത്തിലെത്തുന്നത്. ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു. അഭിനയത്തിൽ മിടുക്കനാണെന്ന് നേരത്തെ തെളിയിച്ചിട്ടുള്ള PC ജോർജ് MLA ഹ്രസ്വചിത്രത്തിലും തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അല്പം അക്ഷമനാണെങ്കിലും. പ്ലാസ്റ്റിക്കിന്റെ അമിതോപയോഗത്തോടൊപ്പം ശരിയായ സംസ്കരണമില്ലാത്തതും പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. ഇതിനെതിരെയുള്ള സന്ദേശമാണ് എവിടെ തുടങ്ങും എന്ന ഹ്രസ്വചിത്രം പറയുന്നത്. ബോധവൽക്കരണത്തിനായി PC നടത്തുന്ന പ്രസംഗഭാഗമാണ് കൊച്ചിയിൽ ചിത്രീകരിച്ചത്. മാലിന്യമുക്തമായ ഒരു കേരളത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചിത്രം, അല്ലാതെ ഒരു തമാശോ രാഷ്ട്രീയമോ ഒന്നും അല്ലിത്. കോതമംഗലം സ്വദേശി ജയേഷ് മോഹനനാണ് സംവിധാനം. അന്തരിച്ച പ്രമുഖ സംവിധായകൻ ലോഹിതദാസിന്റെ മകൻ ഹരി ഛായാഗ്രഹണം നിർവഹിക്കുന്നു. തമ്മനം സ്വദേശി നജമുദ്ദീൻ നിർമ്മിക്കുന്ന ചിത്രം ജനുവരിയിൽ യൂട്യൂബിൽ റിലീസ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ടുകൾ അസാധുവാക്കിയ നടപടി സംസ്ഥാനത്തെ അനാഥ മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കി. 2000-ൽ അധികം വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ അന്തേവാസികൾ ഇതോടെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണക്കാർ നൽകുന്ന തുച്ഛമായ സംഭാവനകളാണ് ഈ സ്ഥാപനങ്ങളെ പലപ്പോഴും നിലനിർത്തുന്നത്. തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന അനാഥരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് വരുന്ന ആശ്രമങ്ങളാണ് നരേന്ദ്രമോദിയുടെ നോട്ടു പിൻവലിക്കലിലൂടെ പട്ടിണിയിലായിരിക്കുന്നത്. കയ്യും കാലും നഷ്ടപ്പെട്ടവരും മാനസിക അസുഖങ്ങളുള്ളവരുമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉപേക്ഷിച്ചതോടെ ഇവരുടെ ജീവിതം തെരുവുകളിലായിരുന്നു. ഇവിടെ നിന്നും ഇവരെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ച് പരിപാലിച്ചു വരുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പണം എത്തുന്നില്ല. സാധാരണക്കാരായ ജനങ്ങളും മറ്റും നൽകുന്ന തുച്ഛമായ സംഭാവനകളായിരുന്നു ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം. ബ്രദർ മാത്യു ആൽബിൻ, ശാന്തി ഭവൻ. പട്ടിണിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. കാരണം ആരെങ്കിലും 100-500 രൂപ കൊടുത്ത് അത് ഇവിടെ കൊണ്ടുവരുന്നില്ല. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. നേരത്തെ ആൾക്കാർക്ക് നാട്ടുകാരൊക്കെ 100 രൂപ, 200, 500, 50 ഒക്കെ ഇവിടെ തന്നിട്ടിരുന്നത്. ഇപ്പോൾ ഒറ്റ മനുഷ്യൻ വരുന്നില്ല ഇങ്ങോട്ട്. നോട്ടുകൾ പിൻവലിച്ചതോടെ പഴയ നോട്ടുകളും പുതിയ നോട്ടുകളും ഇപ്പോൾ ഇവരെ തേടി എത്താറില്ല. 2150 അനാഥാലയങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെയും ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ചില സ്ഥാപനങ്ങൾ ട്രസ്റ്റുകളും സൊസൈറ്റികളുമൊക്കെയായാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വന്നതോടെ തെരുവിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ പാവങ്ങളെ എങ്ങനെ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് സ്ഥാപന ഉടമകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രാജ്യത്ത് കറൻസി പ്രതിസന്ധി രൂക്ഷമായി തുടരവേ ഇന്ന് ബാങ്ക് അവധിയാണ്. 1000-500 നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ ബാങ്ക് അവധിയാണിന്ന്. തുടർച്ചയായി 11 ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷമാണ് ഇന്ന് ബാങ്ക് അവധിയാകുന്നത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ATM-കളിൽ പരമാവധി പണം നിറച്ചിട്ടുണ്ടെന്ന് ബാങ്കുകൾ പറയുമ്പോൾ തന്നെ ഇത് പൂർണ്ണമായും ഫലപ്രദമായേക്കില്ല. ചെറിയ നോട്ടുകളുടെ അഭാവം ഇന്നും ജനത്തിനെ ബുദ്ധിമുട്ടിക്കും. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തെ പഴം പച്ചക്കറി വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പച്ചക്കറി സ്വീകരിക്കാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഇതോടെ വിളവിറക്കാൻ പോലുമാകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ കയ്യിൽ തന്നെ പണം സൂക്ഷിക്കുന്ന ദിവസക്കൂലിക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടം തിരിയുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റാണ് ദില്ലിയിലെ ആസാദ്പൂർ മണ്ഡി. 25,000 ടൺ വരെ പഴം പച്ചക്കറി വിൽപ്പന നടക്കാറുള്ള മാർക്കറ്റ്
ബീഹാർ, ഹരിയാന, UP എന്നിവിടങ്ങളിൽ നിന്നും പഴം പച്ചക്കറികൾ എത്തിക്കുന്ന നൂറുകണക്കിന് കർഷകരെയും തൊഴിലാളികളെയും ഇവിടെ കാണാം. എന്നാൽ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതോടെ കച്ചവടം 70% കുത്തനെ ഇടിഞ്ഞു. വിളയിറക്കേണ്ട സമയമായിട്ടും കർഷകർക്ക് പണം നൽകാൻ വിതരണക്കാർക്കും സാധിക്കുന്നില്ല. ചില്ലറക്ഷാമം രൂക്ഷമായതോടുകൂടി പച്ചക്കറി, പഴം മാർക്കറ്റുകളിലേക്കുള്ള ആവശ്യക്കാരുടെ തിരക്കും കുത്തനെ കുറഞ്ഞു. ഇതോടെ മിക്ക കച്ചവടമുണ്ടായിരുന്ന കടകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കടകളിൽ കാണാനാകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ. അക്കൗണ്ടുള്ള തൊഴിലാളികൾ അത് സ്വദേശമായ ബീഹാറിലും പഞ്ചാബിലുമാണെന്നത് ചൂണ്ടിക്കാട്ടുന്നു. बिहार में खाता है तो उसमें हम लोग को रियानी से डालते हैं पैसे, और क्या कर सकता हूँ. अभी कोई 500 का नोट नहीं ले रहा है, 1000 का नोट नहीं ले रहा है. हम लोग मजदूर आदमी हैं, क्या करें. കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ നോട്ടിന് കമ്മീഷൻ ഈടാക്കി പുതിയ നോട്ടുകൾ നൽകുന്ന മാഫിയകളും മാർക്കറ്റിൽ സജീവമായി കഴിഞ്ഞു. क्योंकि हम गरीब के पास खाता नहीं है और 1500 का नोट हम कहाँ दें, किसको दें, उसमें से 200 रुपये कट रहा है. ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയെന്ന അവകാശവാദത്തോടെയായിരുന്നു സർക്കാരിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുതിയ നീക്കം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാത്ത ഈ തീരുമാനവും ദുരന്തത്തിലാക്കിയത് സാധാരണ ജനങ്ങളെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാതെ മടങ്ങിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചികിത്സയ്ക്കായി പണം പിൻവലിക്കാനെത്തിയ വയനാട് പുൽപ്പള്ളി സീതാ മൗണ്ട് സ്വദേശി ജോസഫാണ് മരിച്ചത്. ബാങ്കിൽ നിന്നും വീട്ടിലെത്തിയ ഉടനെയാണ് ഇയാളുടെ മരണം സംഭവിച്ചത്. രാവിലെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പോകാൻ പണം പിൻവലിക്കാൻ പാടിച്ചിറയിലെ ഗ്രാമീൺ ബാങ്ക് ശാഖയിലെത്തിയതായിരുന്നു ജോസഫ്. എന്നാൽ ഇതിന് സാധിച്ചില്ല. പണം തീർന്നുപോയെന്ന് ബാങ്ക് അധികൃതർ അറിയിക്കുകയായിരുന്നു. ബാങ്കിൽ നിൽക്കുമ്പോഴും ഇദ്ദേഹം ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ അയൽവാസി വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. വീട്ടിലെത്തിയതിനു ശേഷം ഉച്ചയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജോസഫിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. അതേസമയം നോട്ട് പ്രതിസന്ധി മൂലം ജില്ലയുടെ ഗ്രാമീണ മേഖലകളിൽ പോലും ഇപ്പോഴും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. ഇതിനിടെയാണ് മറ്റൊരു മരണം കൂടി. ന്യൂസ് ബ്യൂറോ, വയനാട്. നോട്ട് പ്രതിസന്ധി സഹകരണ ആശുപത്രികളിലും ശസ്ത്രക്രിയ വരെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ആശുപത്രികൾ. ജീവനക്കാരുടെ ശമ്പളവും അനിശ്ചിതത്വത്തിലാണ്. സംസ്ഥാനത്തെ മറ്റു സഹകരണ പ്രസ്ഥാനങ്ങളെ പോലെ വെട്ടിലായിരിക്കുകയാണ് സഹകരണ ആശുപത്രികളും. വലിയ തോതിലുള്ള വായ്പകൾ സ്വീകരിച്ചാണ് പലയിടങ്ങളിലും സഹകരണ ആശുപത്രികൾ ആരംഭിച്ചതും ആധുനിക ഉപകരണങ്ങൾ വാങ്ങിയതും. എന്നാൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കേണ്ടത് എങ്ങനെയെന്ന അനിശ്ചിതത്വത്തിലാണ് ആശുപത്രികൾ. പഴയ നോട്ടുകളുടെ ക്രയവിക്രയത്തിൽ നിന്ന് സഹകരണ പ്രസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ് ആശുപത്രികൾ പ്രതിസന്ധിയിലാകാൻ കാരണമെന്ന് സഹകരണ ഹോസ്പിറ്റൽ ഫെഡറേഷൻ ചെയർമാൻ മുയ്യാരത്ത് പത്മനാഭൻ പറഞ്ഞു. ചില്ലറ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പലർക്കും കാശ് നമ്മുടെ അടുത്ത് ഫണ്ട് അടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നാട്ടിൽ അറിയുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് വാങ്ങാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. OPയിലുള്ള രോഗികളുടെ വരവ് ഏകദേശം പകുതിയിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർക്ക് ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണമല്ലോ. ആ ശമ്പളം എങ്ങനെ കൊടുക്കണമെന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. ശസ്ത്രക്രിയ പോലും മാറ്റിവെക്കേണ്ട രീതിയിൽ ആശുപത്രികളുടെ താളം തെറ്റിയതിനാൽ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം നൽകുമെന്ന പ്രതിസന്ധിയിലാണ് ആശുപത്രികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. JNUവിലെ നജീബ് അഹമ്മദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി പുരോഗമന കലാസാഹിത്യ സംഘം നജീബിന്റെ തിരോധാനം ഉടൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൂക്കാസ സാംസ്കാരിക പ്രതിഷേധ റാലി നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി റാലി ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമാപിച്ചത്. കാഴ്ചയുടെ നവവസന്തമൊരുക്കി ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം. പനാജിയിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു മേള ഉദ്ഘാടനം ചെയ്യും. 194 ചിത്രങ്ങളാണ് ഇത്തവണത്തെ മേളയിൽ പ്രദർശിപ്പിക്കുക. ജയരാജിന്റെ വീരമടക്കം 3 മലയാള ചിത്രങ്ങൾ ഇന്ത്യൻ പനോരമയിൽ ഇടം പിടിച്ചിട്ടുണ്ട്.